Christ in you, Christ in you, Christ in you. യുവജനമേ ഉണരൂ, നവഗണമായുയരൂ, യേശുവിൻ തിരുമാറിൽ ചേർന്ന് സ്നേഹം നുകർന്നിടൂ. യുവജനമേ ഉണരൂ, ആത്മാവിൽ ഉയരൂ, വരദാന ഫലത്തിൽ വന്ന കൊടികൾ പാരിൽ ഉയർത്തിടൂ. രക്ഷയുടെ പാട്ടത്തൊപ്പി അണിയണം, ഒരുങ്ങണം, നീതിയുടെ കവചം ധരിച്ചു പോരിനൊരുങ്ങണം, വചനമീരുതല വാളെടുത്തിടണം, ദുഷ്ടനെ ജയിക്കാൻ വിശ്വാസ പരിചയ യുദ്ധവീരൻ യേശുവിൻ കൂടെ അണിചേർന്നിടണം. Christ in you, Christ in you, Christ in you. Christ in Youth. ഹലോ, ഗുഡ്നസ് TV അണിയിച്ചൊരുക്കുന്ന ക്രൈസ്റ്റ് ഇൻ യൂത്ത് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. Christ in Youth. ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയ സുഹൃത്തിനോട് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ ചോദിക്കുകയാണ്, നിന്റെ യാത്രയിൽ നീ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് യാത്രയായിരുന്നോ ലക്ഷ്യമായിരുന്നു? കുറച്ചു നേരം ആലോചിച്ചിട്ട് അവൻ ഇപ്രകാരം മറുപടി പറഞ്ഞു, യാത്രയും ലക്ഷ്യവും ഒരേപോലെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. പക്ഷേ ഞാൻ കൂടുതൽ ആസ്വദിച്ചത് യാത്രയിലുണ്ടായിരുന്ന എൻ്റെ കമ്പനി, എൻ്റെ കൂട്ടുകാരനായിരുന്നു. സ്നേഹമുള്ളവരെ, ഇന്ന് നാം ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവന് ലഭിക്കാവുന്ന അല്ലെങ്കിൽ അവൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ കൂട്ട് അത് ക്രിസ്തുവിൻ്റേതാണ്. ഇന്ന് ക്രിസ്തുവിനെ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല കൂട്ടുകാരിയായി സ്വീകരിച്ച ചില യുവജന സുഹൃത്തുക്കളെയാണ് നാം പരിചയപ്പെടുക. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുക ഇരിങ്ങാലക്കുട സോണിലെ യുവജന സുഹൃത്തുക്കളാണ്. ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുന്ന ഈ യുവജന സുഹൃത്തുക്കളെ സന്തോഷപൂർവ്വം നമുക്ക് ക്ഷണിക്കാം. ലെറ്റ്സ് വെൽക്കം them to the floor. Christ in Youth. തിരികെ വരും വഴിയോ നിന്നെ കാണാതെയും പോൽ, നാടിനെ മേയ്ക്കാൻ പോൽ, തിരികെ വരും വഴിയോ നിന്നെ കാണാതെയും പോൽ. അവർ കോട്ടിൽ നോക്കി കണ്ടില്ല, അവരെല്ലാം നോക്കി കണ്ടില്ല, അകിസങ്കടമാ എങ്ങും കണ്ടില്ല. അവർ കോട്ടിൽ നോക്കി കണ്ടില്ല, അവരെല്ലാം നോക്കി കണ്ടില്ല, അകിസങ്കടമാ എങ്ങും കണ്ടില്ല. നാടിനെ മേയ്ക്കാൻ പോൽ, തിരികെ വരും വഴിയോ നിന്നെ കാണാതെയും പോൽ. നാടിനെ മേയ്ക്കാൻ പോൽ, തിരികെ വരും വഴിയോ നിന്നെ കാണാതെയും പോൽ. ഒറ്റയേറുണ്ടമല്ലേ പോയല്ലോ സാരമില്ലെന്നേ, കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇഴയൻ ഉറക്കം വന്നില്ല. ഒറ്റയേറുണ്ടമല്ലേ പോയല്ലോ സാരമില്ലെന്നേ, കൂട്ടുകാർ ചൊല്ലിയിട്ടും ഇഴയൻ ഉറക്കം വന്നില്ല. ഒന്നെങ്കിലും കുഞ്ഞാടെ ഞാൻ എന്നതല്ലേ കുഞ്ഞാടെ, കല്ലിക്കളയാൻ ആവുമോ കുഞ്ഞാടെ. ഒന്നെങ്കിലും കുഞ്ഞാടെ നീ എന്റേതല്ലേ കുഞ്ഞാടെ, കല്ലിക്കളയാൻ ആവുമോ കുഞ്ഞാടെ. നാടിനെ മേയ്ക്കാൻ പോൽ, തിരികെ വരും വഴിയോ നിന്നെ കാണാതെയും പോൽ. നാടിനെ മേയ്ക്കാൻ പോൽ, തിരികെ വരും വഴിയോ നിന്നെ കാണാതെയും പോൽ.
ദൂരദൂരാനുള്ളോരിടയൻ നാടിനെ മേയ്ക്കാൻ പോയി തിരികെ വരും വഴിയോ നിന്നെ കാണാതെയും പോയി. Christ in youth. ഈ സമയങ്ങളിൽ പൂർണ്ണമായിട്ടും നിശബ്ദരാവാം, കണ്ണുകളടയ്ക്കാം. നമ്മൾ കളിച്ച പാട്ടും നമ്മൾ തമ്പുരാനിൽ ആനന്ദിച്ചു, അതിനെക്കുറിച്ച് നന്ദി പറയാം. നമ്മളും ഒരാടാണ്, കാണാതെ പോയ ഒരാടാണ്. യേശുനാഥ, ഈ സമയം പൂർണ്ണമായിട്ടും അങ്ങയുടെ കാര്യത്തിലേക്ക് ഞാൻ നൽകുന്നു, എനിക്ക് നന്ദി പറയുന്നു. ഈ സമയങ്ങളിൽ ഞങ്ങൾ വായിക്കാൻ പോകുന്ന ദൈവവചനം അങ്ങ് എന്താണ് ഞങ്ങളിലേക്ക് പറയാൻ പോകുന്നതെന്ന് ഈ സമയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ശ്രവിക്കാം. രണ്ട് ദിനവൃത്താന്തം 27-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. രാജാവാകുമ്പോൾ യോഥാമിന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. സാദോക്കിൻ്റെ മകളായ യെരൂശ ആയിരുന്നു അവൻ്റെ അമ്മ. പിതാവായ ഊസിയായെ പോലെ അവനും കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. പിതാവ് ചെയ്തതുപോലെ അവൻ കർത്താവിൻ്റെ ആലയത്തിൽ അനധികൃതമായി പ്രവേശിച്ചില്ല. ജനം ദുരാചാരങ്ങൾ തുടർന്നു പോന്നു. അവൻ ദേവാലയത്തിൻ്റെ ഉപരികവാടം പണി കഴിപ്പിച്ച് ഓഫേലിൻ്റെ മതിലിൻ്റെ പണി കുറെ നടത്തി. യൂദാ മലമ്പ്രദേശത്ത് പട്ടണങ്ങളും വൃക്ഷനിബിഡമായ മലകളിൽ കോട്ടകളും ഗോപുരങ്ങളും പണിതു. അവൻ അമ്മോന്യ രാജാവിനെ യുദ്ധം ചെയ്തു തോൽപ്പിച്ചു. അമ്മോന്യർ അവന് ആ വർഷം 100 താലന്ത് വെള്ളിയും 10,000 കോർ ഗോതമ്പും അത്രയും ബാർലിയും കപ്പും കൊടുത്തു. തുടർന്നുള്ള 2 വർഷങ്ങളിലും അവർ അങ്ങനെ തന്നെ ചെയ്തു. കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് തൻ്റെ ജീവിതം ക്രമപ്പെടുത്തിയതിനാൽ യോഥാം പ്രബലനായി. അവൻ്റെ മറ്റു പ്രവർത്തനങ്ങളും യുദ്ധങ്ങളും രീതികളും ഇസ്രായേലിലെയും യൂദയായിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 25-ാം വയസ്സിൽ ഭരണം ആരംഭിച്ച യോഥാം ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. അവൻ പിതാക്കന്മാരോട് ചേർന്ന് ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ ആഹാസ് രാജാവായി. നമ്മുടെ ദൈവമായ കർത്താവിന് സ്തുതി. ഈ സമയങ്ങളിൽ നമ്മുടെ കർത്താവ് നമ്മൾ പറഞ്ഞ വചനം നമുക്കൊന്ന് ശ്രവിക്കാം, നമുക്കൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. യൂദയ രാജാവിൻ്റെ തമ്പുരാന് പൂർണ്ണമായിട്ടും രാജാവ് ആളുടെ കഴിവുകളും ആളുടെ സ്വത്തും തമ്പുരാന് സമർപ്പിച്ചപ്പോൾ തമ്പുരാൻ ആളുടെ ജീവിതത്തിൽ പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. ആളുടെ കുടുംബങ്ങളിലും എല്ലാ മേഖലകളും കർത്താവ് പൂർണ്ണമായിട്ടും സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമ്മളായിരിക്കുന്ന സമയങ്ങളിലും നമ്മൾ തമ്പുരാന് നൽകിയ സമയങ്ങളും ഒക്കെ നമ്മുടെ കാര്യങ്ങളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാം. നമ്മൾ പ്രോഗ്രാമുകൾക്ക് വേണ്ടി ഓടുമ്പോഴും നമ്മൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളും ഒക്കെ തമ്പുരാൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രമാണ്. ആ സമയത്തെ ഓർത്ത് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് തമ്പുരാൻ്റെ നല്ലൊരു രൂപം കൊണ്ടുവരാം. സമയങ്ങളിൽ നമുക്ക് തന്ന എല്ലാ അനുഗ്രഹത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. നമുക്കൊന്നൊന്ന് ഉള്ളു തുറന്ന് സ്തുതിക്കാം. സമയങ്ങളിൽ നമുക്ക് തമ്പുരാനെ ഒന്ന് സ്തുതിക്കാം. പക്ഷെ നമ്മുടെ ഉള്ളു തുറന്ന് നമുക്ക് യേശുവിനെ സ്തുതിക്കാം. അപ്പാ, ആരാധിക്കുന്ന യേശുവേ, നന്ദി പറയുന്ന യേശുവേ, സ്തുതിക്കുന്ന യേശുവേ, ആരാധിക്കുന്നു യേശുനാഥ. എല്ലാ അനുഗ്രഹത്തോട് നന്ദി പറയുന്ന യേശുവേ, ആരാധിക്കുന്ന യേശുവേ, ആരാധിക്കുന്ന യേശുവേ, സ്തുതിക്കുന്ന യേശുവേ, ആരാധന യേശുവേ, ആരാധന യേശുവേ, യേശുവേ ആരാധിക്കുന്നു യേശുവേ, ഹല്ലേലൂയ, ആരാധന യേശുവേ, സ്തുതിക്കുന്ന യേശുവേ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്ന യേശുവേ, സ്തുതിക്കുന്ന യേശുവേ, ആരാധിക്കുന്ന യേശുവേ, സ്തുതിക്കുന്ന യേശുവേ, ആരാധന യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, ഹല്ലേലൂയ. ആരാധന 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 ആരാധന
ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന 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 ആരാധന. സ്നേഹമുള്ളവരെ, തുടർന്ന് നാം ഒരു യൂത്ത് ഐക്കണെ പരിചയപ്പെടാൻ പോവുകയാണ്. ഇന്ന് നാം വായിച്ചു കേട്ട വചനഭാഗത്തിലെ യോദ്ധാമിനെ പോലെ തൻ്റെ ജീവിതം വഴി ക്രിസ്തുവിനെ അടുത്തറിഞ്ഞ ഒരു വ്യക്തിയെയാണ് നാം പരിചയപ്പെടുക. ക്രിസ്തുവിന് വേണ്ടി സ്വന്തം സമയവും കഴിവുമൊക്കെ നീക്കി വെക്കുമ്പോൾ ആ വ്യക്തിയെ ദൈവം എത്രമാത്രം വളർത്തുമെന്ന് നാം ഈ നിമിഷം ശ്രവിക്കുവാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് യൂത്ത് ഐക്കണായി നമ്മുടെ മുൻപിലേക്ക് കടന്നു വരിക ആൽവിനാണ്. ഏറ്റവും സ്നേഹത്തോടെ ആൽവിനെ നമുക്ക് ശ്രദ്ധാപൂർവം ശ്രവിക്കാം. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പേര് ആൽബിൻ എന്നാണ്. ഞാൻ വരുന്നത് കൊന്നക്കുഴി എന്ന ചെറിയൊരു ഗ്രാമത്തിൽ നിന്നാണ്. ഞാൻ ജീസ് യൂത്ത് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിന്നിട്ട് ഇപ്പോൾ ഏകദേശം 9 വർഷത്തോളമായി. ഞാൻ എൻ്റെ ചെറുപ്പം മുതൽ ഈശോയെ അടുത്തറിയാൻ ശ്രദ്ധിച്ച ഒരു വ്യക്തിയായിരുന്നു. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ചേട്ടന്മാരെല്ലാം എല്ലാ ദിവസവും ഇടവക ദേവാലയത്തിൽ പോകുമായിരുന്നു. അത് കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞു, എനിക്കും ദേവാലയത്തിൽ പോകണം, എനിക്കും ഈശോയോട് കൂടി പ്രാർത്ഥിക്കണമെന്ന്. എൻ്റെ ഒരു ഏകദേശം ഒരു തുടക്കം ആ ഒരു ദേവാലയത്തിൽ നിന്ന് തന്നെയായിരുന്നു. എല്ലാ ദിവസവും ഈശോയോടൊപ്പം വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് ഞാനും എൻ്റെ അനിയനും പോകുമായിരുന്നു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ ഇടവക വികാരിക്കും അതുപോലെ ഇപ്പം ഞങ്ങളുടെ ഇടവകയുടെ അടുത്തുള്ള കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സിനും എന്നോട് വളരെയധികം താല്പര്യമായിരുന്നു. എന്നെ പല പല ലീഡർഷിപ്പുകളിലേക്ക് സിസ്റ്റേഴ്സ് വിളിച്ചു. തിരുബാല സഖ്യത്തിൻ്റെ ലീഡറായിട്ടും അതോടൊപ്പം അതിൽ നിന്ന് ഓരോ ക്ലാസ്സിൻ്റെ വേദോപദേശ ഓരോ ക്ലാസ്സുകളിലെ ലീഡറൊക്കെ ആയിട്ട് എന്നെ ഉയർത്തി. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഈശോയുടെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്താണ് മുന്നോട്ട് പോകേണ്ടതെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പലപ്പോഴും വഴിതെറ്റി പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അടുത്ത് പല രീതിയിൽ പല കൂട്ടുകാരന്മാരും തെറ്റായ രീതിയിൽ സമീപിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയെല്ലാം എന്നെ കാണിച്ചു തന്ന എൻ്റെ വൈദികരും അതോടൊപ്പം എൻ്റെ സിസ്റ്റേഴ്സും കാണിച്ചു തന്ന വഴിയിലൂടെ ഈശോയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് ഈശോയോട് കൂടുതൽ അടുത്തുകൊണ്ട് എൻ്റെ ജീവിതം ഞാൻ ആസ്വദിക്കുകയായിരുന്നു. ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും പലപ്പോഴും ഞാൻ തകർന്നിരിക്കുന്ന സമയത്ത് പോലും എനിക്ക് കൂട്ടായിരുന്നത് എൻ്റെ ദൈവവചനമായിരുന്നു. പല രാത്രികളിലും പല പ്രശ്നങ്ങളാലും ഞാൻ എൻ്റെ ജീവിത സാഹചര്യങ്ങളും കരയുമ്പോഴും ഞാൻ എൻ്റെ വിശുദ്ധഗ്രന്ഥമെടുത്ത് അതിലൊരു ആശ്വാസവാക്ക് തേടുമായിരുന്നു. പല ജീവിത സാഹചര്യങ്ങളിലും പല ബുദ്ധിമുട്ടുകളിലും ഒറ്റപ്പെട്ടു പോകുന്ന നിമിഷങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ സ്വരം കേൾക്കാനായിട്ട് ഞാൻ കാതോർക്കുമായിരുന്നു. ആ ഒരു സമയങ്ങളിലെല്ലാം പ്രത്യേകമായിട്ട് ദൈവത്തിൻ്റെ പരിപാലനയും സംരക്ഷണവും അനുഭവിക്കുന്ന എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ദൈവസ്നേഹം മനസ്സിലാക്കിയിരുന്നിലും യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്വം തിരിച്ചറിയുകയും മുന്നോട്ട് വരികയും ചെയ്തത് ജീസസ് യൂത്ത് മൂവ്മെൻറ്റിലൂടെയാണ്. ഏകദേശം 2018 ഫിലിപ്പ് കോഴ്സ് എന്ന് പറഞ്ഞ ജീസസ് യൂത്തിൻ്റെ അടിസ്ഥാന രൂപവൽക്കരണ പ്രക്രിയയുമായി മുന്നോട്ട് നിൽക്കുന്നവർക്ക് നൽകുന്ന ഒരു കോഴ്സാണ് ഫിലിപ്പ് കോഴ്സ്. അതിൽ രജിസ്റ്റർ ചെയ്യുകയും ആ ഒരു കോഴ്സിലൂടെ
ദൈവവുമായി ഞാനൊരു വ്യക്തിപരമായൊരു ബന്ധത്തിലാവുകയും ദൈവം എന്നെ എല്ലാറ്റിനുപരിയായി സ്നേഹിക്കുന്നു എന്ന തിരിച്ചറിവ് എന്നിലുണ്ടാവുകയും ചെയ്തു. ആ ഒരു തിരിച്ചറിവ് എന്നെ മുന്നോട്ട് പോകുന്ന വേളയിൽ ഒരുപാട് യുവജനങ്ങളെ ഈശോയുടെ സ്നേഹം മനസ്സിലാക്കുവാനും അവർ ഈശോയിലേക്ക് അടുപ്പിക്കാനും ഒരു മാർഗമായിട്ട് മാറി. ഞാനൊരു കോഴ്സിന് ശേഷം ഞാനൊരു തീരുമാനമെടുത്തു. ഞാൻ എൻ്റെ ഈശോയെ വേദനിപ്പിച്ചതിൽ അതിന് 10 ഇരട്ടിയായിട്ട് ഈശോയെ ഞാൻ സ്നേഹിക്കുമെന്ന്. ആ ഒരു കോഴ്സ് ഞാൻ അറ്റൻഡ് ചെയ്ത് ഞാൻ തിരിച്ചു പോകുമ്പോൾ എൻ്റെ ഇടവകയിൽ ഞാനൊന്ന് കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ അന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരു യുവജന പ്രയർ ഗ്രൂപ്പിന് രൂപം കൊള്ളുവാനായിട്ട് ഞാൻ നേതൃത്വം വഹിക്കുകയായിരുന്നു. അന്ന് തന്നെ എൻ്റെ കൂട്ടുകാരെ ഞാൻ വിളിച്ചു ചേർത്തു. അന്ന് ഏകദേശം പ്രയർ ഗ്രൂപ്പിൽ ഒരു 5 പേരൊക്കെയാണ് വന്നിരുന്നുള്ളൂ. പിന്നീട് ആ പ്രയർ ഗ്രൂപ്പ് വളരെ ശക്തമായി മുന്നേറുകയും ഒരുപാട് യുവജനങ്ങൾ അതിൻ്റെ ഭാഗമായി തീരുകയും ആ ഒരു ഇടവകയിൽ അതിൻ്റെ ഒരു മാറ്റം ഉൾക്കൊള്ളാനായിട്ട് മറ്റുള്ളവർ പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് എൻ്റെ ദൈവം ഓരോ വഴികളിലും വളരെയധികം ലീഡർഷിപ്പുകൾ നൽകി അനുഗ്രഹിക്കുകയായിരുന്നു. പിന്നീട് എന്നെ ഇരിഞ്ഞാലക്കുട സബ് സോണിൻ്റെ കോർഡിനേറ്ററായി ദൈവം ഉയർത്തിയപ്പോൾ എൻ്റെ ഉള്ള ഉത്തരവാദിത്തം ഞാൻ തന്നെ തിരിച്ചറിയുകയായിരുന്നു. ഇരിഞ്ഞാലക്കുട സബ് സോണിലെ ഉള്ള എല്ലാ ഇടവകളിലും പ്രയർ ഗ്രൂപ്പുകൾ ആരംഭിക്കാനും ദൈവസ്നേഹം ഓരോ കുഞ്ഞുമക്കൾക്കും പറഞ്ഞു കൊടുക്കാനും ഒരു അവസരമായിട്ട് അത് കാണുകയായിരുന്നു. ജീസസ് മൂവ്മെൻറ്റുമായി മുന്നോട്ട് നിൽക്കുമ്പോൾ പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ളൊരു പ്രധാനപ്പെട്ട ഒരു കാരണം, എൻ്റെ പ്രതിസന്ധികളിലും എൻ്റെ വേദനകളിലെല്ലാം എൻ്റെ ഒപ്പം ചേരാനായിട്ട് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നുള്ളതാണ്. പലപ്പോഴും പല കാര്യങ്ങൾ പറഞ്ഞു തരുവാനും മുന്നോട്ട് നയിക്കുവാനും തെറ്റായ മാർഗങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടുവാനുള്ള കൃപയ്ക്കും ഒക്കെയായിട്ട് ഒരുപാട് യുവജനങ്ങൾ എൻ്റെ കൂട്ടായ്മയിൽ വന്നു ചേർന്നു. പ്രത്യേകിച്ച് ജീസസ് മുന്നേറ്റത്തിലെ എൽഡർഷിപ്പ് എന്നെ കൂടുതൽ നേതൃത്വ നിരയിലേക്ക് നയിക്കുകയായിരുന്നു. എൻ്റെ ഓരോ വഴികളിലും അവരുമായിട്ട് സംസാരിക്കുകയും അവരോട് വ്യക്തിപരമായ അഭിപ്രായങ്ങൾ തേടുകയും ഞാൻ ചെയ്തിരുന്നു. എൻ്റെ വഴി ഇതാണോ, അല്ലെങ്കിൽ ഞാൻ ഏത് മാർഗത്തിലൂടെയാണ് പോകേണ്ടതെന്നൊക്കെ അവരോട് അഭിപ്രായം ചോദിക്കുകയും നല്ല രീതിയിൽ തന്നെ എന്നെ പോകേണ്ട വഴികളും മുന്നോട്ട് പോകേണ്ട കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരുവാനും ശ്രമിച്ചിരുന്നു. ഈ ജീസസ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്കത് ലഭിച്ചത്. പിന്നീടുള്ള വഴികളിൽ തന്നെ ഇരിഞ്ഞാലക്കുട സോണിൻ്റെ അസിസ്റ്റൻ്റ് കോർഡിനേറ്ററായിട്ട് ദൈവം എന്നെ ആ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എന്നെ നയിക്കുകയായിരുന്നു. പിന്നീടുള്ള ലീഡർഷിപ്പ് മേഖലകളിലൊക്കെ സജീവമായി രൂപതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും രൂപതയ തലങ്ങളിൽ പല പ്രോഗ്രാമുകളും നേതൃത്വം നൽകുവാനും ദൈവം എന്നെ ശക്തിപ്പെടുത്തി. പ്രധാനമായിട്ട് യുവജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ധ്യാനങ്ങളും അതോടൊപ്പം ടീൻസ് മേഖലയിൽ നിൽക്കുന്ന കുഞ്ഞുമകൾക്ക് വേണ്ടിയുള്ള ധ്യാനങ്ങളും സംഘടിപ്പിക്കാനായിട്ട് ഇരിഞ്ഞാലക്കുട സോണിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഈ വർഷം യുവജന വർഷം ഞങ്ങളുടെ രൂപത കൊണ്ടാടുമ്പോൾ എന്നെ യുവജന വർഷ കോർഡിനേറ്ററായിട്ട് രൂപത തിരഞ്ഞെടുക്കുകയായിരുന്നു. കർത്താവിൻ്റെ മേഖലയിലേക്ക് ഞാൻ തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്നെ പല വഴികളിലൂടെ ഉയർത്തി. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പല പ്രതിസന്ധികളും പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്നെ ശക്തമായിട്ട് ദൈവത്തിൻ്റെ കരം സംരക്ഷിക്കുകയും ഇടുങ്ങിയ വഴിയിലൂടെ ഞാൻ നടന്നു പോയപ്പോഴും കർത്താവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് സ്വർഗത്തിലേക്കുള്ള വഴികളാണെന്ന് തിരിച്ചറിഞ്ഞ് ആ സഹനങ്ങളെയെല്ലാം ദൈവത്തിൻ്റെ സഹനങ്ങളോട് കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നു. പ്രത്യേകമായിട്ട് എന്നെ വഴി നടത്തുന്ന ദൈവത്തെ ഓർത്തുകൊണ്ട് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ ഒരു വചനം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. സങ്കീർത്തനം 37:4. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൽ കൂടുതലായി വളരുവാൻ, ദൈവത്തെ കൂടുതലായി സ്നേഹിക്കുവാൻ, നമ്മെ സഹായിക്കുവാൻ ഇന്ന് നമ്മുടെ മുൻപിലേക്ക് കടന്നു വരിക ഇരിങ്ങാലക്കുട രൂപതയുടെ വികാരി ജനറൽ പെരിയ ബഹുമാനപ്പെട്ട ജോളി വടക്കനച്ചനാണ്. നമുക്ക് സന്തോഷത്തോടെ കരങ്ങൾ അടിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, വളരെ സന്തോഷമുണ്ട് ഇന്ന് ഈ ചെറുപ്പക്കാരെ കുട്ടികളുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ എനിക്ക് അവസരം ലഭിച്ചതിൽ. ഈ ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്യുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു നിങ്ങളോടൊപ്പം ചേരാനായിട്ട്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ പത്രത്തിൽ വന്ന ഒരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഐക്യമുള്ള വ്യക്തിയായി അറിയപ്പെടുന്ന ദക്ഷിണ കൊറിയൻ ശാസ്ത്രജ്ഞൻ, ആളുടെ പേര് പറയാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ മൊബൈൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഡോക്ടർ യങ് ഹൂൺ കിം
സമൂഹ മാധ്യമത്തിലൂടെ തൻ്റെ ക്രിസ്തു വിശ്വാസം പരസ്യമായി പ്രഖ്യാപിച്ചു. ദക്ഷിണ കൊറിയയിലെ ഒരു യുവശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് 36-കാരനായ ഈ കിം തൻ്റെ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം ഇപ്രകാരമാണ് എഴുതിയത്: ലോകത്തിലെ ഏറ്റവും ഉയർന്ന IQ റെക്കോർഡ് ഉടമ എന്ന നിലയിൽ യേശുക്രിസ്തു ദൈവവും വഴിയും സത്യവും ജീവനുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അദ്ദേഹം അതിൽ കുറിച്ചത്. അല്ലേ, എന്ത് സുന്ദരമായിരിക്കുന്നു. നമുക്ക് ചിന്തിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ട് തോന്നുന്നൊരു കാര്യമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ IQ, അദ്ദേഹം പറയുന്നത് മനുഷ്യബുദ്ധിയുടെ അളവുകോലായ IQ, ഇൻ്റലിജൻസ് കോഷ്യൻസ്, അത് 276 ആണ് അദ്ദേഹത്തിൻ്റെ സ്കോർ. അത് ഏറ്റവും ഉയർന്ന സ്കോറാണെന്ന് പറയുന്നത്. ഈ ഒരു പോസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം 1 കോടിയിലേറെ ആളുകൾ ഈ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ട്, കമൻറ്റ് ചെയ്തിട്ടുണ്ട് പലരും. അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചർച്ചയാവുകയും ചെയ്തു. ഇന്ന് നിങ്ങളോടൊപ്പം സംസാരിക്കണമെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് വളരെ വൈബ്രൻ്റാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും, അതായത് നിർമ്മിത ബുദ്ധിയുടെയും വിവര സാങ്കേതിക വിദ്യയുടെയും ഒക്കെയുള്ള ഒരു അതിപ്രസരത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ വിശ്വാസം എന്നുള്ളതൊരു പക്ഷേ നമ്മുടെ മുൻപിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി മാറുന്നുണ്ട്. ഈ അടുത്ത നാളിലാണ് നമുക്ക് നമ്മുടെ ബഹിരാകാശത്ത് നിന്ന് 2 പേര് 9 മാസങ്ങൾക്ക് ശേഷം ഭൂമിയിലേക്ക് ഇറങ്ങിയ ഒരു വാർത്ത നമ്മൾ കണ്ടായിരുന്നു, അല്ലേ? ഓർമ്മയുണ്ട് അവരുടെ പേരൊക്കെ? ഒന്ന് സുനിത വില്യംസ് ആയിരുന്നു, മറ്റൊന്ന് ബൂച്ച് വിൽമോർ ആയിരുന്നു. ഈ ബൂച്ച് വിൽമോർ ഈ 9 ദിവസത്തേക്ക് വേണ്ടി പോയവർ 9 മാസം അവിടെ കുടുങ്ങിക്കിടന്ന് തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് നടത്തിയ ഇൻ്റർവ്യൂവിൽ ബൂച്ച് വിൽമോർ പറയുന്നുണ്ട്, എബ്രായ ലേഖനം 11:40 ഉദ്ധരിച്ചുകൊണ്ട്, ദൈവത്തിന് ഞങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നുവെന്ന് ഈ കാലയളവിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിച്ചു. അതായത് ഈ ബഹിരാകാശത്തേക്ക് പോയ ശാസ്ത്രജ്ഞനും ഏറ്റവും കൂടുതൽ IQ ഉള്ള ഒരു യുവശാസ്ത്രജ്ഞനും ഒക്കെ യേശു ദൈവമാണ് എന്ന് വിശ്വസിക്കാനായിട്ട് ഒത്തിരിയേറെ തെളിവുകൾ ഉള്ളപ്പോൾ അത് ഒരു മിഥ്യയാണ് എന്ന് പറയുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ അതിനെ ആ രീതിയിൽ കാണുന്ന ചില വ്യക്തികൾ ഈ ലോകത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ നിങ്ങൾ ഒരു അന്വേഷണത്തിലാണ്, isn't it? നിങ്ങളൊരു അന്വേഷണത്തിലാണ്. എന്താണ് അന്വേഷിക്കുന്നത്? നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ളൊരു അന്വേഷണം നമുക്ക് ആവശ്യമാണ്. ഒപ്പം ദൈവത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നമുക്ക് ആവശ്യമാണ്, അല്ലേ? ഇത് UCAT, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇത് വായിച്ചിട്ടുണ്ടോ? UCAT, യുവജന മതബോധന ഗ്രന്ഥം. 2011 ബെനഡിക്ട് പാപ്പയാണ് ഈ യുവജന മതബോധന ഗ്രന്ഥം പുറത്തിറക്കുന്നത്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, യു നീഡ് ടു നോ വാട്ട് യു ബിലീവ്. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിവുണ്ടാകണം. എന്താണ് വിശ്വസിക്കുന്നത്? എന്താ വിശ്വസിക്കുന്നത്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും, അല്ലേ? എന്നിട്ട് അദ്ദേഹം പാപ്പ സൂചിപ്പിക്കുന്നത്, യു നീഡ് ടു നോ യുവർ ഫെയ്ത്ത് വിത്ത് ദാറ്റ് സെയിം പ്രിസിഷൻ വിത്ത് വിച്ച് ആൻ IT സ്പെഷ്യലിസ്റ്റ് നോസ് ദ ഇന്നർ വർക്കിംഗ് ഓഫ് എ കമ്പ്യൂട്ടർ. ഒരു IT വിദഗ്ധൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയായ കമ്പ്യൂട്ടറിനെ കുറിച്ച് എത്ര സൂക്ഷ്മമായിട്ട് അറിയുന്നുവോ അതുപോലെ നിങ്ങൾ അറിയണം. വീണ്ടും അദ്ദേഹം പറയുന്നത്, ഒരു മ്യൂസീഷ്യൻ അവൻ കൈകാര്യം ചെയ്യുന്നത്, നമ്മൾ ഓർഗൻ വായിക്കുന്നു, അല്ലേ? ഓർഗൻ വായിക്കുന്നു, റിതം പാഡ് വായിക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം, അല്ലേ? എവിടെയാണ് സാ എന്നും എവിടെയാണ് രീ എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നു വരില്ല. പക്ഷേ അത് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു സംഗീതജ്ഞൻ, അവനറിയാം അവൻ കൈകാര്യം ചെയ്യുന്ന ഉപകരണത്തെക്കുറിച്ച്. ഇതുപോലെ തന്നെയാണ് ഒരു ക്രിസ്തു വിശ്വാസി. അവൻ വിശ്വസിക്കുന്നതിനെക്കുറിച്ച്, അവൻ്റെ ബോധ്യങ്ങളെക്കുറിച്ച്, അവൻ്റെ ദൈവത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിവുള്ളവരായിട്ട് മാറണം. ആ ഒരു അറിവിലേക്കുള്ളൊരു പ്രയാണമാണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ വളരെ സുന്ദരമായി പാടി, വളരെ സുന്ദരമായിട്ട് പ്രാർത്ഥിച്ചു. ബിബിനച്ചൻ വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾ ആനിമേറ്റ് ചെയ്തു. എത്രയോ സുന്ദരമായ ഒരു മുഹൂർത്തത്തിലാണ് നാം ആയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മുഹൂർത്തത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ഞാൻ ആരിലാണ് വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും അറിയാം എന്ന് പറയുന്ന പൗലോസ്ലീഹായെ പോലെ തന്നെ നമുക്കും നമ്മുടെ ബോധ്യങ്ങളിൽ നമുക്ക് പറയാൻ സാധിക്കണം, ഞാൻ ആരിലാണ് വിശ്വാസമർപ്പിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്, അറിവുണ്ട്. ആ അറിവിലേക്കുള്ള പ്രയാണത്തിലാണ് നാം. ഈ ഒരു യാത്രയിൽ നമുക്കിനിയും
കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. ആ ഒരു അന്വേഷണ ത്വര നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. അതിലുള്ള ആ യാത്രയിൽ ഞങ്ങളും കൂടെ ഉണ്ടാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Christ in Youth. സ്നേഹമുള്ളവരെ, നമ്മൾ ആൽബിനെ ശ്രവിക്കുകയായിരുന്നു. ദൈവം എപ്രകാരമാണ് ഒരു മനുഷ്യനെ ഉയർത്തുന്നത് എന്ന് ആൽബിൻ്റെ ജീവിതം നമുക്ക് സാക്ഷ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ യുവജനങ്ങളിൽ നിന്നും ഒത്തിരിയേറെ വ്യക്തിത്വങ്ങൾ ക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ ജീവിതം മാറ്റിവെക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ദൈവത്തിനു വേണ്ടി ആരൊക്കെ ജീവിതം മാറ്റിവെക്കുന്നോ അവരെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും അവർ സ്വപ്നം കാണുന്നതിനും അപ്പുറത്തേക്ക് ദൈവം അവരെ വളർത്തുകയും ചെയ്യും. ഇന്ന് നാം ഇവിടെ ആയിരിക്കുമ്പോൾ ആൽബിനോട് ചേർന്ന് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഈ ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഇവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാനും ഒത്തിരിയേറെ മക്കൾ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ് അവരുടെ ജീവിതം ലക്ഷക്കണക്കിന് ഈ ലോകത്തിലുള്ള എല്ലാവർക്കും അനുഭവമായിട്ട് മാറുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് ചേർന്ന് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 മഹത്വം, ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ കടന്നു വരണമേ. ഹല്ലേലൂയ. ഒത്തിരിയേറെ യുവജനങ്ങളിലേക്ക് അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കടന്നു വരണമേ. ഒത്തിരിയേറെ ആത്മാക്കളെ നേടുവാൻ വേണ്ടി യുവജനങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ, ജ്വലിപ്പിക്കണമേ. ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം, മഹത്വം, ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹലോ, ക്രൈസ്റ്റ് ഇൻ യൂത്ത് എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇന്നിവിടെ സമാപിക്കുകയാണ്. ഈശോയെ ഒത്തിരിയേറെ അനുഭവിച്ചറിഞ്ഞവരുടെ ജീവിത സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു. ഈശോയെ സ്നേഹിക്കുന്ന ഒത്തിരിയേറെ യുവജനങ്ങളുടെ സന്തോഷം നാം തിരിച്ചറിഞ്ഞു. ഈശോ തങ്ങളുടെ ജീവിതത്തിൽ വസിക്കുന്നതിൻ്റെ ആനന്ദം അവരുടെ ആക്ഷൻ സോങ്ങിലൂടെ നമ്മൾ കണ്ടു. ഒത്തിരിയേറെ ദൈവം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ അനുഭവിച്ചറിയുന്ന ഈ യുവജനങ്ങളെ പോലെ ഈശോയെ അനുഭവിച്ചറിയുവാൻ നമുക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ക്രൈസ്റ്റ് ഇൻ യൂത്ത് എന്ന ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുമ്പോൾ എല്ലാവർക്കും അനുഗ്രഹപ്രദമായ ഒരു ആഴ്ച ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതുവരെ എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സൈനിങ് ഓഫ്, ക്രൈസ്റ്റ് ഇൻ യൂത്ത്.